ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈദ് ഷോപ്പിംഗ് പ്ലസ് ഈദ് ഡേ വ്ലോഗാണ് കേട്ടോ. പെരുന്നാൾക്കുള്ള ഡ്രസ്സ് എടുക്കൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ ഒരെണ്ണം കൂടി ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. ആ ഡ്രസ്സ് എടുക്കാൻ പോണ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടുന്ന് എനിക്ക് പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ള മോഡൽസ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ഓരോ മോഡൽ ഷർട്ടും കാര്യങ്ങളൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി നിന്നിരുന്നു. പിന്നെ അവിടുന്ന് ചെരുപ്പിൻ്റെ സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ബാഗിൻ്റെ സെക്ഷനിലും അതേപോലെ കീ ചെയിൻ സെക്ഷനിലൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ നേരെ നമ്മൾ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയ ദിവസമാണെങ്കിൽ നോമ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പറക്കാനുള്ള ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വാപ്പത ഈ ഒരു കാരമലിൻ്റെ പുഡിങ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലാവുമ്പോൾ നമ്മൾ ഈ കാരമലിൻ്റെ പുഡിങ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കലുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പൗഡർ വെച്ച് ഉണ്ടാക്കണക്കാട്ടിയും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെഹന്തി ഇടാനാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇതാണ് കേട്ടോ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഒരു സിമ്പിൾ ടോപ്പാണ്. അങ്ങനെ രാവിലെ എണീറ്റ് നിസ്കാരവും ചായപൊടിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളെ റൂമിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോവാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പോണ വഴിക്കതാ ഈ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടികളും കുറവായിരുന്നു കേട്ടോ ആ ടൈമില്. പക്ഷേ നമ്മൾ പോവാൻ വിചാരിച്ച പള്ളിയിൽ നിസ്കാരം ഉണ്ടായിരുന്നില്ല കേട്ടോ പെണ്ണുങ്ങൾക്ക്. പിന്നെ ഞങ്ങള് റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രൂട്ട്സിന്റെ കസ്റ്റാർഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കാനും അതേപോലെ നാട്ടിലേക്ക് വിളിക്കാനൊക്കെ ആയിട്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഉച്ചക്കാണ് കേട്ടോ. ഉച്ചക്കാണെങ്കിൽ ഉമ്മയുടെ സ്പെഷ്യൽ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ചധികം നേരം തന്നെ കിടന്നു ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഈവനിങ് ആട്ടോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള മാളിൽ കണ്ട പോണത്. ഐലാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു മാള് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സൈഡിലൊക്കെ നിന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ പെരുന്നാളൊക്കെ അബുദാബിയിൽ കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മാളിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് നമ്മൾ നേരെ പോയത് മിനിസോയിൽക്കാണ് കേട്ടോ. മിനിസോ കണ്ടാൽ പിന്നെ എനിക്ക് കയറാണ്ട് പോകാനും പറ്റൂല. അപ്പോൾ അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ട മിനിസോയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മിനിസോ ആണ് കേട്ടോ ഇത്. ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് ഐറ്റംസ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ എനിക്ക് ഇറങ്ങാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ മെയിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് പ്ലഷീസ് മേടിക്കാനാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോണത് പാർക്കിൽ കാണട്ടോ. അവിടെ നമ്മൾ കസിൻസിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബസ്സൊക്കെ കയറി ഇറങ്ങി നമ്മളിത് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു ഫയർ വർക്ക് കാണാനുണ്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളവിടെ പോയപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്.
പാർക്കൊക്കെ കണ്ടിട്ട് നമ്മ ഇനി നേരെ പോണത് കസിൻസിന്റെ അടുത്ത് കാണട്ടോ. ഞാൻ പറഞ്ഞല്ലോ പാർക്കിൽ വെച്ചിട്ടാണ് മീറ്റ് ആക്കണേന്ന്. അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് മെനുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളിതാ ഇതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ്ടോ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ റൂമിന്റെ അടുത്തായിട്ട് തന്നെ ഒരു അൽവാദ മാൾ ഉണ്ട്. അപ്പോൾ അവിടെ കയറാന്ന് വിചാരിച്ചു. മെയിനായിട്ട് സിസ്റ്റേഴ്സിന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന്റെ ശേഷമാണ് കേട്ടോ ഞാൻ കൂടുതൽ ഈ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ തിന്നിട്ട് പിന്നെ ഞങ്ങൾ ബോബ ഓടിക്കാനാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മെനു കാര്യങ്ങളൊക്കെ നോക്കി ഒരു കാരമൽ കോഫി ആ ഒരു ഫ്ലേവറിലുള്ളതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം ഞങ്ങൾ നാട്ടിൽ നിന്ന് കുടിച്ചതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആകുമായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ടൈമും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഈദ് ഡേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.